RSP ഒരു കൊല്ലം പാർട്ടിയാണെന്നും പറഞ്ഞ് ചിലരൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതുമാത്രമോ, RSP അണികളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മൂടോടെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കും എന്നുകൂടി പറഞ്ഞു കളഞ്ഞു പിണറായി വിജയൻ. എന്നാൽ RSPക്കാരെ മൊത്തമായി കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് വിപ്ലവ സോഷ്യലിസ്റ്റുകൾ ആണയിട്ട് പറയുകയും ചെയ്യുന്നു. പിണറായിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അസീസ് ആശാന്റെ നേതൃത്വത്തിൽ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും മറുവിളികളുമായി രംഗത്ത് വന്നു. അവർ പിണറായിയുടെ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, പിണറായി ലിമിറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കോർപ്പറേറ്റ് കമ്പനിയെ രണ്ടും കൽപ്പിച്ചങ്ങ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇവനാണ് സ്റ്റണ്ട് മാഷ്. പാണ്ടിക്കാരുണ്ടല്ലോ കൂടെ. കൊച്ചിയിൽ വന്നാണ് പന്നിടൊക്കെ കളി. ഇന്ത്യക്കാരനോട് കളിക്കൽ പാണ്ടിക്കാരനാരടാ? വാടാ വാടാ ശരവണ. ഇവൻ ചൊവ്വെന്ന് വന്നതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വിളിച്ച തലയും കുത്തി ആടാ പറഞ്ഞത്. അത് നേരം ചൊവ്വേ. നാലഞ്ചു പേരടങ്ങുന്ന കറക്ക് കമ്പനിയാണ് RSPയുടെ നേതൃത്വമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഉന്നയിക്കുന്നു CPMന്റെ നേതൃത്വം പിണറായി വിജയൻ എന്ന ഏക വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ്. ഈ ധന്വരാശാലിന്റെ ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കണ സകല ഡാഷുകളും കേൾക്കാനാ പറയണത്. കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം, കേരളത്തിലെ 3 സെൻട്രൽ ജയിലും ധന്വരാശാലിന്റെ തറവാട് പോലെയാണ്. നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ, ഓയിൻമെന്റ് അല്ലേ. ഈ ഉമ്മാക്കിയൊന്നും വേണ്ട, ഈ പിണറായി വിജയന്റെ ഉമ്മാക്കി വേണ്ട. അതിപ്പോ പിണറായി വിജയൻ തന്നെ സാക്ഷാൽ കടുവ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്, പുലി അകത്തിരിക്കുകയാണ്. ഏത് പാർട്ടി സെക്രട്ടറി അല്ലല്ലോ. ഇപ്പൊ മൺട്രോത്തുരുത്തിൽ പോകുന്നു, കുണ്ട്രയിൽ വരുന്നു, അവിടെ പോകുന്നു, ആളുകളെ മാലയിടുന്നു. അവരുടെ ഒന്നും പിൽക്കാല ചരിത്രം, അവരുടെ ഒന്നും സ്ഥിതിഗതികൾ, അവരുടെ കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിക്കൊള്ളും. രണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? എല്ലാം ഈ ഞങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും, ആ വ്യാമോഹങ്ങളൊന്നും നടപ്പായില്ല. ആ വെല്ലുവിളികളെ എല്ലാം നേരിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയെന്ന് പറയുന്ന തൊഴിലാളികളാണ്. എല്ലാ നാടുകളും കേൾക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കുറെ പൊളിരന്മാരുണ്ടല്ല, അവന്മാരുടെ എങ്ങാനും നിഴൽവട്ട ഇനി ഇവിടെ കണ്ട ഓക്കത്തിന്റെ കൊടരുത് ദിങ്ങനെ വലിച്ചെടുത്ത് പോട്ടിക്കലുണ്ടാക്കും ഈ ഷാജി. നയപ്രഖ്യാപനവും സംസ്ഥാനത്തൊട്ടാകെ പര്യടന പരിപാടികളും സ്വീകരണ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിതനായിക്കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണമെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയേല ഈ വടിവാൾ പ്രാചീനെ. VS അച്യുതാനന്ദനെ ശരശയ്യയിൽ കിടത്തിയിട്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്നുള്ളത് ഇപ്പൊ VSനെ കാണാനില്ലല്ലോ. അതൊക്കെ കേരളം ചർച്ച ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ഇതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ കരിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാറോ ബ്ലഡി പോർക്കുകളെ. ഇവിടെ ചില ഇദ്ദേഹത്തിന്റെ CPM ചില കങ്കാണിമാരെ ഇപ്പൊ ഏർപ്പെടുത്തിയിട്ടുണ്ട്. RSPയിൽ നിന്ന് ആളിനെ ഒപ്പിച്ചു കൊടുക്കാനുള്ള കങ്കാണികളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറങ്ങി പോടാ. ഇനി ഒന്നടാരെങ്കിലും ഉമ്മാക്ക് പറക്കാത്ത ഏതെങ്കിലും പന്നിയുടെ മോന്മാര്. അതൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ തുടർന്നാൽ നിങ്ങളുടെ പാർട്ടിയെ ഞങ്ങൾ ശിഥിലമാക്കും. അതാണ് പരോക്ഷമായ വെല്ലുവിളി. അത് പിണറായി വിജയന്റെ ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പ് ഒരു സ്ഥലമല്ല, പുലി ഒരു സ്ഥലമാണെങ്കിലും 8ന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. ഇതൊരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകരെ പ്രലോഭിപ്പിച്ച് പ്രീണനങ്ങൾ നൽകി വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള വില കുറഞ്ഞ പ്രവർത്തനവുമായി CPM മുന്നോട്ട് വന്നിട്ടുള്ളത്. കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ, സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ് മാഷാണോ ഞങ്ങൾ നോക്കിയാല സകലവനും മേടിക്കും. നല്ല പാടക്കം പൊട്ടുന്ന അടി. ധൈര്യത്തോടുകൂടി ഞങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി തന്നെ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏത് പാർട്ടിക്കാണ് കൊല്ലം ജില്ലയിൽ നേട്ടമുണ്ടാകുന്നത്, ഏത് മുന്നണിക്കാണ് നേട്ടമുണ്ടാകുന്നത്, കോട്ടമുണ്ടാകുന്നത് എന്ന്
നമുക്ക് നോക്കിക്കണ്ടറിയാം. 1947 में यरवदा जेल में सुप्रीम ने गांधी जी को बुरी तरह पीटा. आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष पृथ्वी तल पर उल्पन्न हुआ था. मामा जी आइए, बैठिए, अखबार पढ़िए. कुत्ते कमीने, गाय हमको दूध देता है. മലബാറുകാരുടെ കയ്യിലാണ്. അതൊരു ലിമിറ്റഡ് കമ്പനിയാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു കണ്ണൂർ ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ CPM പ്രവർത്തിക്കുന്നത്. ഒട്ടനിത്തണ്ട ഡയലോഗോ മതി. വാടപ്പാ. വാടാപ്പ. CPIM കൊണ്ടുപോകുന്ന അണികളെ പിടിച്ചു നിർത്താൻ RSPക്ക് എങ്ങനെയാണ് കഴിയുക? എന്തായിരിക്കും RSPയുടെ മനസ്സിലുള്ള ആ പരിപാടി? ചില ശത്രുക്കൾ അത് ചോർത്തിയെടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബസ്സിൽ കയറ്റാൻ മാത്രമുള്ള അംഗങ്ങളെ RSPക്കുള്ളൂ എന്നാണല്ലോ പറച്ചിൽ. RSP അണികളെ മുഴുവൻ CPIMകാർ പിടിച്ചൊരു ബസ്സിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടികൾ നടപ്പാക്കുമ്പോൾ വിപ്ലവ സോഷ്യലിസ്റ്റുകൾ വന്ന് ബസിൻ്റെ കാറ്റഴിച്ചു വിടുമത്രേ. അങ്ങനെ RSP അണികളെ CPIMലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢപദ്ധതി തകർക്കും എന്ന്. സംഗതി എന്തായാലും അടുത്തതൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് പേരിടൽ. ഞാൻ പറഞ്ഞു അവിടെ എല്ലാവരും ഇവിടെ പോകുന്നു എല്ലാവരും എന്ന് പറഞ്ഞ് ആശാൻ എഴുതിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ആ പേരാണ്. ആ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നു. പറയാൻ ഇഷ്ടമില്ലാത്ത പേരായതുകൊണ്ട് നല്ല സംസ്കൃത വാക്കൊക്കെ ആണെങ്കിലും പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ അവസാനം എല്ലാവരും അവസാനം പോകേണ്ട സ്ഥലമാണ്.